മാജിക് അവനിലേക്ക് സ്വാഗതം. വ്യത്യസ്തത തേടി നമ്മൾ അലഞ്ഞു നടക്കുന്ന ഒരു രീതിയുണ്ട്. അതായത് പല രീതിയിലുള്ള വ്യത്യസ്തമായ വിഭവങ്ങൾ. ഇപ്പോൾ വിഭവങ്ങളുടെ കാര്യം, ഭക്ഷണ കാര്യം പറയുമ്പോൾ ഈ വ്യത്യസ്തത എന്ന് പറയുന്നത് നമ്മൾ ഭക്ഷണത്തിൻ്റെ കാര്യത്തിലാണ്. എല്ലാ രീതിയിലും അല്ലെങ്കിൽ എല്ലാ മേഖലകളിലും നമ്മൾ വ്യത്യസ്തമായ കാര്യങ്ങൾ ആഗ്രഹിക്കുന്നവരാണ്. അപ്പോൾ ഇങ്ങനെ പുതുമ തേടിയുള്ള യാത്രയാണ് എപ്പോഴും. അപ്പോൾ ഭക്ഷണ കാര്യത്തിൽ എപ്പോഴും വ്യത്യസ്തമായ വിഭവങ്ങൾ പരീക്ഷിക്കാനും കഴിക്കാനും ഇഷ്ടപ്പെടുന്നവർ തന്നെയാണ് മലയാളികൾ. പക്ഷേ എത്ര വ്യത്യസ്തമായ കാര്യങ്ങൾ അന്വേഷിച്ച് നടക്കുമ്പോഴും നമ്മളുടെ നാടൻ വിഭവങ്ങളൊക്കെ നമ്മളെ വല്ലാണ്ട് ആകർഷിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ നാടൻ ചേരുവകൾ ചേർത്തിട്ട് പുതിയ പുതിയ എന്തെങ്കിലും കാര്യങ്ങൾ കണ്ടെത്താൻ സാധിക്കുമോ എന്നുള്ളതാണ് മറ്റൊരു എന്താ പറയുക, ഒരു റിസർച്ച് എന്ന് തന്നെ പറയാം. ശരിക്കും പറഞ്ഞാൽ പരീക്ഷണങ്ങൾ ആ രീതിയിലേക്കും ആകാം. അപ്പോൾ ഞാനിങ്ങനെ നാടൻ വിഭവങ്ങളുടെ സ്പെഷ്യൽ വിഭവങ്ങൾ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് പുതിയ പുതിയ കാര്യങ്ങൾ, പല കോമ്പിനേഷൻസിൽ ചേരുവകൾ തിരിച്ചും മറിച്ചുമൊക്കെ ചേർത്തിട്ടാണ് ചില പുതിയ വിഭവങ്ങൾ കണ്ടെത്തുന്നത്. അപ്പോൾ അത്തരത്തിൽ ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു, നമ്മളുടെ കാന്താരി മുളക് ഭയങ്കര നല്ല കാര്യമല്ലേ. കാന്താരി മുളക് എന്ന് പറഞ്ഞാൽ കൊളസ്ട്രോൾ കുറയ്ക്കും എന്ന് പറയും. പിന്നെ നമ്മുടെ വീട്ടുമുറ്റത്ത് നമ്മൾക്ക് വളർത്തിയെടുക്കാൻ പറ്റിയ ഒരു ചെടിയാണ് കാന്താരി മുളകിൻ്റെ കുഞ്ഞു ചെടി. അപ്പോൾ കടയിൽ പോയി വാങ്ങാനാണെങ്കിൽ നല്ല വിലയുണ്ട്. മുളകിൻ്റെ കൂട്ടത്തിൽ കാന്താരി മുളകിന് നല്ല വിലയാണ് മാർക്കറ്റിൽ. അപ്പോൾ എന്തായാലും കാന്താരി മുളക് ആരോഗ്യത്തിന് വളരെ നല്ല. പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത്ര നല്ലതല്ല, കാര്യം അൾസർ വരെ വരും. പക്ഷേ അല്ലെങ്കിൽ കൊളസ്ട്രോളിന് വളരെ നല്ലതാണെന്ന് പറയാം. അപ്പോൾ സാധാരണ പച്ചമുളകിന് പകരം കാന്താരി മുളക് ഉപയോഗിക്കാം. നല്ല എരിവാണ്. അപ്പോൾ നല്ല ചെറുതാണെങ്കിലും ഭയങ്കര എരിവുള്ളൊരു മുളക്, അത് വെച്ചിട്ട് നല്ല വ്യത്യസ്തമായ നാടൻ വിഭവങ്ങൾ ചെയ്താൽ വളരെ സ്വാദായിരിക്കില്ലേ. അങ്ങനെ നമ്മൾ ഇന്നിവിടെ ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു കോഴി തോരൻ ചെയ്യാൻ പോവാണ്. അപ്പോൾ കോഴി കാന്താരി തോരൻ അല്ലെങ്കിൽ ചിക്കൻ കാന്താരി തോരനാണ് നമ്മളുടെ വിഭവം. വളരെ സ്വാദാണ്, ഉണ്ടാക്കാൻ വളരെ എളുപ്പം. അപ്പോൾ പ്രധാന ചേരുവ എന്ന് പറഞ്ഞാൽ കാന്താരി മുളക് തന്നെയാണ്. ചിക്കനെ പോലും മാറ്റി നിർത്താം നമുക്ക്. ചിക്കൻ രണ്ടാമത്തെ ചേരുവായിട്ട് വിചാരിച്ചാൽ മതി. കാന്താരി മുളക് തന്നെയാണ് ഈ ഒരു വിഭവത്തിലെ പ്രധാന ഹീറോ. അപ്പോൾ എന്തായാലും നമ്മളുടെ ചിക്കൻ കാന്താരി തോരൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇതിൻ്റെ ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ചിക്കൻ ഒരു ഇടത്തരം ചെറിയ കഷ്ണങ്ങളായി നുറുക്കിയത്, കാന്താരി മുളക് 70 എണ്ണം, ഒരു 20 ചെറിയ ഉള്ളി ചതച്ചത്, ഇഞ്ചി ചതച്ചത് 2 ടേബിൾ സ്പൂൺ, വെളുത്തുള്ളി ചതച്ചത് 2 ടേബിൾ സ്പൂൺ, സവാള 2 എണ്ണം ചെറുതായി അരിഞ്ഞത്, മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, തേങ്ങ ചിരകിയത് 2 കപ്പ്, കട്ടി തേങ്ങാപ്പാൽ 1/2 കപ്പ്, കറിവേപ്പില ആവശ്യത്തിന്, ഉപ്പ് പാകത്തിന്, വെളിച്ചെണ്ണ 1.5 ടേബിൾ സ്പൂൺ. അപ്പോൾ നമ്മൾക്കിനി ചിക്കൻ കാന്താരി തോരൻ തയ്യാറാക്കി തുടങ്ങാം. ചേരുവകളെല്ലാം ഇവിടെ റെഡിയാണ്. ഇതിപ്പോൾ ഒരു 1.5 കിലോയുടെ സൈസിലുള്ള ഒരു കോഴി എടുത്തിട്ട് അത് ക്ലീൻ ചെയ്തൊക്കെ വരുമ്പോൾ അതിൻ്റെ തൊലി മാറ്റി ബാക്കി വേസ്റ്റ് എല്ലാം മാറ്റി കഴിയുമ്പോൾ ഏതാണ്ട് ഒരു 1,200 ഉണ്ടാവും കോഴി. എല്ലാ വേസ്റ്റും പോയിട്ട് ഒരു 1,200 കിട്ടണം. എന്നിട്ട് അതിനെ ചില്ലി ചിക്കനൊക്കെ മുറിക്കുന്ന പോലെ കൊച്ചു കൊച്ചു കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കുക. അങ്ങനെ ഇതിപ്പോൾ ഒരു 1.5 കോഴിയെ ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തൊക്കെ എടുത്തപ്പോൾ ഏതാണ്ട് 1,200 ടോട്ടൽ വെയിറ്റ്. ഇനി നമ്മൾ ചൂട് കെട്ടിയുള്ളൊരു പാത്രം, ഞാൻ പറഞ്ഞല്ലോ ഇതിലെ പ്രധാനപ്പെട്ടൊരു കാര്യമുണ്ട്, അതാണ് നമ്മുടെ കാന്താരി ചിക്കൻ, അത് കാന്താരി മുളക്. ഇനി ആദ്യം ഒരല്പം വെളിച്ചെണ്ണ, ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുന്നു. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ആദ്യമേ തന്നെ ചിക്കൻ്റെ കഷ്ണങ്ങൾ ഇടാൻ പോവാണ്, ചിക്കൻ പീസസ്. അപ്പോൾ ചിക്കൻ്റെ കഷ്ണങ്ങളിൽ നിന്നും അതിൻ്റെ വെള്ളമെല്ലാം ഇറങ്ങി ആ ഒരു വെള്ളത്തിൽ കടന്ന് തന്നെ ചിക്കൻ വേകുന്നത് വരെ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കും. ഇടയ്ക്കിടയ്ക്ക് കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും മാത്രം ചേർത്ത് കൊടുക്കുന്നു. അതാണ് നമ്മുടെ ആദ്യത്തെ കാര്യം. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ചിക്കൻ പാകത്തിന് വെന്തോ എന്ന് നോക്കുക. കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ ഇച്ചിരി വെള്ളം കൂടെ ആ സ്റ്റേജിൽ ഒഴിച്ചു കൊടുക്കാം, ചിക്കനിൽ വെള്ളം പോരാന്നുണ്ടെങ്കിൽ. അല്ലെങ്കിൽ ചിക്കനിൽ ധാരാളം വെള്ളമുണ്ട്, ആ വെള്ളത്തിൽ കടന്ന് തന്നെ ചിക്കൻ വെന്ത് കിട്ടും. അപ്പോൾ നമുക്ക് ചിക്കൻ്റെ പീസസ് എണ്ണയിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ മാത്രം, വെളിച്ചെണ്ണ, നല്ല മണമുള്ള വെളിച്ചെണ്ണ. അപ്പോൾ ചിക്കനിൽ നിന്നും എന്തായാലും വെള്ളം ഇറങ്ങും. എങ്കിലും അതിന് മുന്നേ നമുക്കൊരല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇനി എന്തായാലും ചിക്കനിൽ നിന്നുള്ള വെള്ളവും നമ്മൾ ഒഴിച്ചു കൊടുത്ത 1/4 കപ്പ് വെള്ളവും എല്ലാം കൂടി ചേർന്നിട്ട് ചിക്കൻ നന്നായിട്ടൊന്ന് വേകും. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ചേർക്കാം. ഇതിനിപ്പോൾ മഞ്ഞൾപ്പൊടിയുടെ ഉപയോഗം കൂടുതലാണ്. സാധാരണയായിട്ട് ഞാനൊരു കോഴി എന്തെങ്കിലും ഒരു വിഭവം തയ്യാറാക്കുമ്പോൾ ഒരു ഫുൾ ചിക്കൻ ആണെങ്കിൽ ഒരു 1/2 ടീസ്പൂണാണ് എൻ്റെ ഒരു സാധാരണ കണക്ക്. വളരെ അപൂർവത്തിൽ മാത്രമേ ഞാൻ 1 ടീസ്പൂൺ പറയാറുള്ളൂ. അപ്പോൾ ഇത് ഏകദേശം 1 ടീസ്പൂണോളം
3/4 മുതൽ 1 ടീസ്പൂൺ വരെ മഞ്ഞൾപ്പൊടി ആകാം. അതൊട്ടും കൂടുതലായിട്ട് നമ്മൾക്ക് തോന്നില്ല അവസാനമാകുമ്പോൾ. നമ്മൾ വീട്ടിൽ പൊടിച്ചുണ്ടാക്കുന്ന മഞ്ഞൾപ്പൊടിയാണെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ 3/4 ടീസ്പൂൺ എല്ലാം മതിയാകും. പാക്കറ്റിൽ വാങ്ങുന്നതാണെങ്കിൽ നമ്മൾ 1 ടീസ്പൂൺ വരെ ചേർക്കാം. മഞ്ഞൾപ്പൊടി, ഇതിനോടൊപ്പം കുറച്ച് ഉപ്പും കൂടി ചേർക്കും. കുറച്ച് ആവശ്യത്തിന് കുറച്ച് ആദ്യം എല്ലാം കൂടി കിടന്ന് ഇപ്പം ചിക്കൻ്റെ കഷ്ണങ്ങളൊന്ന് വേകും. അതോടൊപ്പം ആ വെള്ളം എല്ലാം ഇറങ്ങി വന്ന് വേകും. അത് കഴിഞ്ഞിട്ട് ആ വെള്ളം വറ്റണം. വറ്റുന്നവരെ നമ്മൾ അടുപ്പിൽ തന്നെ വെച്ചേക്കും. അപ്പോൾ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഒരല്പസമയം. ഒരു കാര്യം കൂടി ഇപ്പോഴേ ചേർക്കാം, കുറച്ച് കറിവേപ്പില. ഈ സ്റ്റേജിൽ ഇച്ചിരി കറിവേപ്പിലയും കൂടി ആകാം. എല്ലാം ഒരു നാടൻ രീതിയിലായിക്കോട്ടെ. കറിവേപ്പില, വെളിച്ചെണ്ണ, നല്ല കോമ്പിനേഷൻ. ഇതൊന്ന് വേകട്ടെ. വെന്ത വെള്ളമെല്ലാം വറ്റി കഴിയുമ്പോൾ ഈ ചിക്കനിൽ നിന്നും കുറച്ച് അതിൽ ഇച്ചിരി ഫാറ്റൊക്കെ ഉണ്ടാവുമല്ലോ, അതിൻ്റെ ഒരു എണ്ണമയവും അതിനോടൊപ്പം നമ്മൾ 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിരുന്നു. ആ എണ്ണയിൽ അതുപോലെ തന്നെ അതിലുണ്ടാവും. അപ്പോൾ അതിലിങ്ങനെ കിടക്കുന്ന ഒരു കാഴ്ചയായിരിക്കും പിന്നെ കാണുന്നത്. വെള്ളമൊക്കെ വറ്റി വെന്ത ഇങ്ങനെ എണ്ണയിൽ കിടന്ന് മൊരിഞ്ഞ് തുടങ്ങും. ആ ഒരു സ്റ്റേജിലേക്കാണ് നമ്മൾ എത്തേണ്ടത്. അപ്പോൾ കുറച്ച് വെയിറ്റ് ചെയ്യും. ഇപ്പോൾ ഒരു 15 മിനിറ്റ് സമയം കഴിഞ്ഞു. ഇപ്പോൾ ചിക്കനിൽ വെള്ളമെല്ലാം നമ്മൾ ഒഴിച്ചു കൊടുത്ത 1/4 കപ്പ് വെള്ളവും ചിക്കനിൽ നിന്ന് ഇറങ്ങിയ വെള്ളവും എല്ലാം വറ്റി അതിൽ കിടന്ന് നമ്മുടെ ചിക്കൻ്റെ കഷ്ണങ്ങളെല്ലാം വെന്ത് ഇപ്പോൾ ഇതിൽ തെളിഞ്ഞ് നിൽക്കുന്നത് നമ്മൾ ആദ്യം ഒഴിച്ചു കൊടുത്ത 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും പിന്നെ ചിക്കനിൽ നിന്ന് ഇറങ്ങിയ ആ ഒരു ഫാറ്റ്, അതിൻ്റെ എണ്ണയാണ്, ചിക്കൻ്റെ സത്താണ് ആ എണ്ണ. അപ്പോൾ നല്ല മണം. ഇനി നമുക്ക് പ്രധാന ചേരുവകളെല്ലാം ചേർത്ത് തുടങ്ങാം. വെളുത്തുള്ളി ചതച്ചത് 2 ടേബിൾ സ്പൂൺ ഒക്കെ ഞാൻ അളന്ന് വെച്ചതാണ്. ഇനി ഇതെല്ലാം കൂടി കിടന്ന് ഒന്നിച്ചാണ് മൂക്കാൻ പോകുന്നത്. വെളുത്തുള്ളി, ഇപ്പോൾ വെളുത്തുള്ളിയുടെ മണം വന്നു തുടങ്ങി. അപ്പോൾ ഇതിൽ വെളിച്ചെണ്ണയും ആ ചിക്കനിൽ നിന്നിറങ്ങിയ ആ എണ്ണയുമാണ് ചിക്കൻ്റെ എണ്ണ, ഫാറ്റ്. ഇനി എന്താ, ഇനി ഇഞ്ചി ചതച്ചത്, അതും 2 ടേബിൾ സ്പൂൺ. ഒക്കെ ചതച്ചാണ് ചേർക്കുന്നത്. ഇപ്പോൾ എല്ലാം കൂടി ഒന്നിച്ച് കിടന്ന് മൂക്കട്ടെ. ഇനി നമ്മളുടെ പ്രധാന നായകനായ എന്താണ്, കാന്താരി മുളക്. കാന്താരി മുളക് ചതച്ചത്, ഇത് 70 കാന്താരി മുളക് ചതച്ചതാണ്. ഇപ്പോൾ ഏകദേശം സ്പൂണ് നോക്കുകയാണെങ്കിൽ ഒരു 1-1.5 ടേബിൾ സ്പൂൺ വരും കഷ്ടിച്ച്. ഇത്രയും മതി. ഇത് തന്നെയാണ് നല്ലൊരു എരിവും ആവശ്യത്തിന് ഒരു പ്രത്യേക രുചിയും നമ്മളുടെ ചിക്കനിൽ. ഇപ്പോൾ മണമൊക്കെ മാറാൻ പോവാണ്. ഇനി കാന്താരി മുളകിൻ്റെ മണം, നല്ല എരിവുള്ള മണം വന്നു തുടങ്ങും. അങ്ങനെ കാന്താരി മുളകും ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം ചതച്ചത് ചേർത്ത് കഴിഞ്ഞു. അപ്പോൾ ഈ കാന്താരി മുളകിൻ്റെ എരിവെല്ലാം ഇങ്ങനെ ചിക്കൻ്റെ കഷ്ണങ്ങളിലൊക്കെ പിടിക്കണം. ഇതിനോടൊപ്പം നല്ല എരിവുള്ള ചുമ വന്നു തുടങ്ങി. നമ്മൾ ഈ മുളക് പൊടി ഇട്ട് മൂപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു കുത്തലുണ്ടാവില്ലേ, അത്. വ്യത്യസ്തമായ മണം. ഇതിൻ്റെ പച്ചച്ചുവയെല്ലാം മാറണം. അപ്പോൾ ഈ ചിക്കനും അതിനോടൊപ്പം കിടന്ന് മൂക്കാണ്. ഇതിനോടൊപ്പം നമ്മൾ കൊച്ചുള്ളി, ഒരു 20 ചെറിയ ഉള്ളി ചതച്ചത്, അതും കൂടി ചേർക്കാൻ പോകും. എല്ലാം ചതച്ച മസാലകളാണിപ്പോൾ ചേർത്തിരിക്കുന്നത്. ഇതെല്ലാം കൂടി ഒന്ന് മൂക്കട്ടെ. ഇതൊക്കെ ഒന്ന് വാടി ആ പച്ചച്ചുവ മാറിക്കഴിയുമ്പോൾ നമ്മൾ സവാള ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, 2 വലിയ സവാള, അതും കൂടി ചേർക്കും. ഇപ്പോൾ നമുക്ക് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി കാന്താരി മുളക് ചെറിയ ഉള്ളി ഇതിൻ്റെ എല്ലാം പച്ചച്ചുവ മാറി മൂക്കാൻ തുടങ്ങുന്ന ഒരു സ്റ്റേജ്. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാം. ഇനി എണ്ണ കുറച്ചുകൂടെ വേണമെന്ന് തോന്നുകയാണെങ്കിൽ ഇച്ചിരി എണ്ണയും കൂടി വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം. ഇപ്പം നമ്മൾ ചേർത്ത ഇഞ്ചി വെളുത്തുള്ളി കാന്താരി മുളക് ചെറിയ ഉള്ളി എല്ലാം തന്നെ പാകത്തിന് മൂത്ത് പച്ചച്ചുവയൊക്കെ മാറി ചിക്കൻ്റെ കഷ്ണങ്ങൾ മൂത്ത് തുടങ്ങി. ഇതിൻ്റെ കൂടെ നന്നായിട്ട് യോജിച്ച് കഴിഞ്ഞു. ഇനി നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള 2 എണ്ണം
2 വലിയ സവാള അരിഞ്ഞത് ചേർക്കും. ഇനി ഈ സവാളയും കൂടി ഒന്ന് വെന്ത് മൂക്കാൻ തുടങ്ങുന്ന പാകമാവണം. ഇതിൻ്റെ കൂടെ നന്നായിട്ടൊന്ന് യോജിച്ച് ചിക്കൻ്റെ പീസസുമായിട്ട് പിന്നെ അതൊന്ന് വെന്ത് ചുരുങ്ങി മൂക്കാൻ തുടങ്ങണം. ആ ഒരു സ്റ്റേജിലേക്ക് നമ്മൾ വഴറ്റി കൊടുക്കുക. ഇടയ്ക്കിടയ്ക്ക് വഴറ്റുക. അപ്പോൾ നമ്മൾ ചേർത്ത സവാള ഉള്ളി 2 വലുത് ചെറുതായി അരിഞ്ഞതും ഇതിൻ്റെ കൂടെ കിടന്ന് വെന്ത് മൂത്ത് തുടങ്ങി. കണ്ടില്ലേ? ഇപ്പം നല്ല മൂത്ത മണം. ശരിക്കും പറഞ്ഞാൽ ഇപ്പം നല്ല മണമാണ്. ചിക്കനും സവാളയും ചെറിയ ഉള്ളിയും ഇഞ്ചി വെളുത്തുള്ളിയും പിന്നെ നമ്മുടെ കാന്താരി എല്ലാം കൂടി കിടന്നിട്ട് മൂക്കുന്ന ഒരു പ്രത്യേക മണമാണ്, പ്രത്യേകിച്ച് വെളിച്ചെണ്ണയിൽ. അപ്പോൾ വെളിച്ചെണ്ണ നമ്മൾ ആദ്യം ചേർത്ത 1 ടേബിൾ സ്പൂൺ, പിന്നീട് ഞാനൊരു 2 ടേബിൾ സ്പൂണും കൂടി ഇടയ്ക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടി ഒരു 3 ടേബിൾ സ്പൂൺ അത്രയൊക്കെ മതിയാകും. പിന്നെ ചിക്കനിൽ നിന്ന് ഇറങ്ങിയ കുറച്ച് എണ്ണയുണ്ടല്ലോ. ഇപ്പം നല്ല കളറൊക്കെ മാറുന്നു. എല്ലാ കാര്യങ്ങളുടെയും ചിക്കനും ഒരു മൂത്ത കളറായി വരുന്നു. കൂട്ടത്തിൽ ചെറിയ ഉള്ളിയൊക്കെ നേരത്തെ തന്നെ മൂത്ത് കഴിഞ്ഞു. പിന്നെ സവാളയും മൂക്കുന്ന ഒരു മണം കാണുമ്പോൾ അറിയാമല്ലോ. ഈ ഒരു സ്റ്റേജിൽ ഇപ്പോൾ ഇത്രയായല്ലോ. നമ്മൾ ഈ ഒരു സ്റ്റേജിലാണ് ഇതിലേക്ക് തേങ്ങ ചേർക്കാൻ പോകുന്നത്. ഇതൊരു തോരനാണ്. അപ്പോൾ കോഴി കാന്താരി തോരനല്ലേ. അപ്പോൾ തേങ്ങ കൈ കൊണ്ടൊന്ന് ഞെകിടി വെക്കണം. അരയ്ക്കും വേണ്ട, ചതയ്ക്കും വേണ്ട, മിക്സിയിലിട്ടൊന്നും അടിക്കേണ്ട. പക്ഷേ കൈ കൊണ്ടൊന്ന് ഞെകിടിയതായിരിക്കണം, അത്രേ ഉള്ളൂ. ഇത് 2 കപ്പാണ്. ഞാൻ കൈ കൊണ്ട് നേരത്തെ തന്നെ ഞെകിടി വെച്ചു. തേങ്ങയും കൂടി ചേർത്തിങ്ങനെ നന്നായിട്ട് ഇളക്കി ചോദിച്ചു. വീണ്ടും നമ്മൾക്ക് കുറച്ച് കറിവേപ്പില ഫ്രഷ് ചേർത്ത് കൊടുക്കാം ഈ സ്റ്റേജിൽ. അപ്പോൾ വീണ്ടും നല്ല മണം വരും. അങ്ങനെ 2 കപ്പ് തേങ്ങയും ചേർത്ത്. ഇപ്പം നല്ല തോര മാതിരി ഇങ്ങനെ തോർന്നാണ് ഇരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഡ്രൈ ആയിട്ട്. അപ്പം നമുക്ക് ഇത് ഇങ്ങനെ ഡ്രൈ ആയിട്ട് കഴിക്കുന്നതിനെക്കാട്ടിലും സ്വാദ് കുറച്ചൊന്ന് കുഴഞ്ഞിരിക്കുന്ന ഒരു അല്പം ഈർപ്പം ഉണ്ടാകുന്നതാണ്. അതിനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടേ? കുറച്ച് കുറുകിയ തേങ്ങാപ്പാൽ 1/2 കപ്പ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിങ്ങനെ ഒഴിച്ചു കൊടുക്കുക. അത് കുറേശ്ശെ ഒഴിക്കും. അതിങ്ങനെ വറ്റി ഇതിലേക്ക് തന്നെ പിടിക്കും. ഇനി നമുക്ക് ബാക്കിയും കൂടി അങ്ങനെ നമ്മൾ 1/2 കപ്പ് തേങ്ങാപ്പാലും ചേർക്കും. നല്ല കുറുകിയ തേങ്ങാപ്പാലാണ് ചേർക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കുഴഞ്ഞ രീതിയിൽ ചെറിയൊരു ഈർപ്പം കൂടി വരും. അങ്ങനെ നമ്മളുടെ ചിക്കൻ കാന്താരി തോരൻ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇനി വേറൊന്നും ചെയ്യാനില്ല. ഇത് തീ ഓഫ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ കുറച്ചൊരു ഈർപ്പമുള്ളൊരു തോരനായില്ലേ, കുഴഞ്ഞിരിക്കുന്നുണ്ട്. അപ്പോൾ തീരെ എന്താ പറയുക, തോരൻ മാതിരി ഇങ്ങനെ ഭയങ്കര ഡ്രൈ ആയിട്ടിരുന്നാലൊരു സ്വാദ് ഉണ്ടാവില്ല. അരപ്പ് പ്രത്യേകവും പിന്നെ എന്താ പറയുക ചിക്കൻ പ്രത്യേകവും. ഇതങ്ങനെയല്ല, അരപ്പ് ഇങ്ങനെ പൊതിഞ്ഞിരിക്കുന്ന രീതിയിലൊരു തോരനായി മാറും. അതിനാണ് നമ്മൾ അവസാനം കുറച്ച് 1/2 കപ്പ് നല്ല കുറുകിയ തേങ്ങാപ്പാൽ ചേർക്കുന്നത്. ഇനി ഉപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് നോക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഇനി ചേർത്താലും മതിയാകും. അപ്പോൾ സംഗതി എളുപ്പത്തിൽ തന്നെ റെഡിയായി കഴിഞ്ഞു. ഇനി നമ്മൾ വിളമ്പുന്ന പാത്രത്തിലേക്ക് മാറ്റും. അങ്ങനെ നമ്മളുടെ സ്വാദിഷ്ടമായ ചിക്കൻ കാന്താരി തോരൻ അഥവാ കോഴി കാന്താരി തോരൻ റെഡിയായി കഴിഞ്ഞു. നല്ല മണവും നല്ല രുചിയുമുള്ള വളരെ നാടനായിട്ടുള്ള ഒരു
ചിക്കൻ ഐറ്റമാണ്. അപ്പോൾ നമ്മൾക്ക് വീട്ടിൽ എപ്പോൾ വേണമെങ്കിലും ചെയ്ത് നോക്കാവുന്ന കാര്യമാണ്. ഇതിപ്പോൾ കറക്റ്റ് എരിവാണ്. കാന്താരി മുളകാണെന്ന് പറഞ്ഞ് പേടിക്കുകയൊന്നും വേണ്ട. കറക്റ്റ് 70 എണ്ണത്തിൽ ഞാൻ 70 എണ്ണമാണ് ഈ ഒരു എന്താ പറയുക 1 കിലോ 200 ഗ്രാം വരും ഇതെല്ലാം കഴിഞ്ഞിട്ട്, ക്ലീനിങ് എല്ലാം കഴിഞ്ഞ് അത്രയ്ക്ക്. പിന്നെ ഇച്ചിരി കൂടെ എരിവ് വേണമെങ്കിൽ ഒരു 5 10 മുളക് കൂട്ടിക്കോളൂ. പക്ഷേ ഈ ഒരു അളവിലാണെങ്കിൽ എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന ഒരു എരിവായിരിക്കും. അതല്ലെങ്കിൽ ചിലപ്പോൾ എരിവ് കൂടുതലുള്ള ആൾക്കാർക്കും കഴിക്കാൻ പറ്റുന്നവർക്ക് മാത്രമേ കഴിക്കാൻ പറ്റുള്ളൂ. എന്തായാലും നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ചിട്ട് മാറ്റങ്ങളോടുകൂടി ചെയ്യുക. അപ്പോൾ തീർച്ചയായിട്ടും പരീക്ഷിക്കുക, എല്ലാവർക്കും ഇഷ്ടം.